2 ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയറായി DYSP മെഡലും വാങ്ങി ഇറങ്ങുമ്പോ ജോർജ് സാറ് പഴയ ജോർജ് സാറ് തന്നെയാണ്. എന്താണ് ഈ കുത്തിക്കുറിക്കുന്നതെന്നായിരിക്കും വിചാരിക്കുന്നത് അല്ലേ കൂട്ടുകാരെ? നമ്മളെ ഈ വീട്ടിലേക്ക് വേണ്ട സ്വിച്ചും പ്ലേറ്റിലും ഒക്കെ ലിസ്റ്റ് എടുക്കുക. നമ്മൾ എഴുതുന്ന ഡീറ്റെയിൽസ് കാണിക്കുക. എല്ലാത്തിൻ്റെയും ഷോർട്ട് ഫോം ആണ്. അപ്പോൾ കൂട്ടുകാർ എങ്ങനെ എഴുതുന്നത് എനിക്കറിയത്തില്ല. ഡബ്ല്സ് എന്ന് പറഞ്ഞാൽ റൗണ്ട് ഷീറ്റ്, 1 ഡബിൾസ് 1 വേ സ്വിച്ച്, 2 ഡബിൾസ് 2 വേ സ്വിച്ച്, CR സീലിംഗ് റോസ്, AB ആംഗിൾ ബാറ്റൺ, 3M 8M എന്നുള്ളത് 8 മൊഡ്യൂൾ എന്നാണ്. ഇതെല്ലാം കറക്റ്റ് വീട്ടിലേക്ക് ആവശ്യമുള്ള ലിസ്റ്റ് കൃത്യമായിട്ട് തയ്യാറാക്കുക. 1-2 എക്സ്ട്രാ എഴുതും, അധികം ഒന്നും എഴുതാതെ കറക്റ്റ് ആയിട്ടുള്ള സാധനം വാങ്ങാറുണ്ട്. അതിപ്പോൾ നമ്മൾ കൺസീൽഡ് വർക്ക് കഴിഞ്ഞ് വയറ് വലിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ ലിസ്റ്റ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഈ ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ക്ലയൻറ്റിന് കൊടുക്കും. ഈ ബാത്റൂമിനകത്തേക്ക് നമുക്ക് വേണ്ടത്, ബാത്റൂമിനകത്ത് നമ്മൾ സ്വിച്ച് ഇവിടെ കൊടുക്കുന്നില്ല കേട്ടോ. ക്ലയൻറ്റിന് ബാത്റൂമിനകത്ത് സ്വിച്ച് ആവശ്യമില്ല. 6 മൊഡ്യൂളിൻ്റെ പ്ലേറ്റിനകത്ത് എന്തൊക്കെയാണ് ആവശ്യം അതൊക്കെ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് 6 മൊഡ്യൂളിൻ്റെ ഇതാണ് ലിസ്റ്റ് നമ്മൾ കാണിച്ചു തരാം. 6 മൊഡ്യൂളിൻ്റെ ഒരു പ്ലേറ്റ് ഇവിടെ വേണം. ഇതിനകത്ത് 32 ആമ്പർ DP ഒരെണ്ണം വേണം. 3 1 വേ സ്വിച്ച് വരും. ഈ ബാത്റൂമിനകത്ത് നമുക്ക് വേണ്ടത് ഒരു AB ആണ്, CR ഒരെണ്ണമാണ്, 6 ആമ്പിയർ സോക്കറ്റ് ഒരെണ്ണമാണ്. ഇങ്ങനെയാണ് നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കുന്നത് കേട്ടോ. നമ്മളങ്ങനെ ഇതിനകത്തുള്ള ഈ ലിസ്റ്റ് ഇതിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. പ്ലേറ്റുകൾ ആദ്യം എഴുതും. അത് കഴിഞ്ഞിട്ട് ബെൽ പുഷ്, ഡിമ്മർ, 1 വേ സ്വിച്ച്, 2 വേ സ്വിച്ച്, സോക്കറ്റ്, പിന്നെ RS റൗണ്ട് ഷീറ്റ്, CR, AB, പിന്നെ PS ഉണ്ട് പ്ലെയിൻ ഷീറ്റ്, FL ഫുഡ് ലാമ്പ് എന്നുള്ളത്. അങ്ങനെ ഇതെല്ലാം ക്ലിയർ ആക്കി നമ്മുടെ ക്ലയൻറ്റിന് കൊടുക്കാനുള്ള എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെയാണ് ലിസ്റ്റ് അവസാനം ക്ലയൻറ്റിന് കൊടുക്കുന്നത്. കൂട്ടുകാരെങ്ങനെയാണെന്നൊന്ന് പറയണേ.